ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8 വിക്കറ്റിന് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ രാജസ്ഥാൻ ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ല. പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെയാണ്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ മത്സരത്തോടുകൂടി 2 പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പിച്ച് പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു മത്സരത്തിലെ പിച്ച് എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്കൊരു പ്രഡിക്ഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം അന്താരാഷ്ട്ര മത്സരങ്ങളോ അല്ലെങ്കിൽ IPL മത്സരങ്ങളോ അധികം നടക്കാത്ത ഒരു ഗ്രൗണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. കഴിഞ്ഞ വർഷം പഞ്ചാബ് കിങ്സുമായിട്ട് നടന്ന ഒരു മത്സരത്തിൽ 140 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കാണ് എത്തിയത്. ഇന്നത്തെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴും ഒരുപാട് നല്ല ഒരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഒട്ടും മോശമായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 180 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിച്ചായിരുന്നു ഇത് എന്നതാണ്. പക്ഷേ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു പാർ സ്കോറിലേക്ക് പോലും എത്താനായിട്ട് സാധിച്ചില്ല. 151 എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ടാർഗറ്റാണ് അവർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുമ്പിൽ വെച്ചത് എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് 17.3 ഓവറിൽ ക്വിന്റൺ ഡി കോക്കിന്റെ ഒരു എക്സലന്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പ്രകടനത്തിലൂടെ അവരത് മറികടക്കുകയും ചെയ്തു. ഏതായാലും നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എപ്പോഴും ഈ കണ്ടീഷൻസ്, പിച്ചിന്റെ കണ്ടീഷൻസ്, ഗ്രൗണ്ട് കണ്ടീഷൻസ്, മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഈ വെതർ കണ്ടീഷൻസ്, അറ്റ്മോസ്ഫിയറിലുള്ള കണ്ടീഷൻ, ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിക്കറ്റിൽ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കണ്ടീഷൻസ് തന്നെയാണ് രാജാവ് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിലും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ ആ ഒരു ബാറ്റിംഗ് നിരയുടെ പ്രകടനം, അല്ലെങ്കിൽ അവരുടെ ആ ടോപ്പ് ഓർഡറിൽ വന്ന ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് ഈ പിച്ചിൽ ഒരു 220 റൺസ് അല്ലെങ്കിൽ 230 റൺസ് ഒക്കെ അടിക്കാമെന്നുള്ളൊരു രീതിയിലാണ് അവർ ബാറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയത്. സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ചേർന്നിട്ട് ഒരു തുടക്കം നൽകി. അതിനുശേഷം എല്ലാവരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ആയിക്കോട്ടെ, യശസ്വി ജയ്സ്വാൾ ആയിക്കോട്ടെ, റിയാൻ പരാഗ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ നല്ലൊരു തുടക്കം കിട്ടിയതിന് ശേഷമാണ് ഔട്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പിച്ചിൽ നമ്മൾ ആദ്യം ഒരു 6 ഓവർ ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും രാജസ്ഥാൻ റോയൽസ് 54 റൺസിന് 1 വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. ആ 6 ഓവറൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു പിച്ചിന്റെ ഒരു ബിഹേവിയർ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഡെഫിനറ്റ് ആയിട്ടും കിട്ടേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് ടീമിന്റെ കൂടെ ഒരുപാട് സപ്പോർട്ട് സ്റ്റാഫുകളുണ്ട്. അവർ ഈ പെർഫോമൻസ് അനലിസ്റ്റുകൾ, വീഡിയോ അനലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ കൂടെ ഉണ്ട്. അവർക്കെല്ലാം ഇത് കൃത്യമായിട്ട് മനസ്സിലാവേണ്ടതാണ് ഈ പിച്ച് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള പിച്ച് കുറച്ചൊന്ന് സ്റ്റിക്കി ആണെന്ന് മനസ്സിലാക്കുമ്പോൾ പോലും 225 അല്ലെങ്കിൽ 230, 250 എന്നൊക്കെ പറയുന്ന ഒരു വലിയ സ്കോർ നേടാനായിട്ട് സാധിക്കുമെന്നുള്ള രീതിയിൽ ബാറ്റർമാർ ബാറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നിരുത്തരവാദപരമായ ഒരു ബാറ്റിംഗ് എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനെ വിശേഷിപ്പിക്കാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു യോർക്കർ പോലെ ഒരു ബോൾ വന്നിട്ടാണ് അദ്ദേഹം ഔട്ടായത്. അതിനുശേഷം വന്ന ബാറ്റർമാരുടെ ഒരു ഔട്ടൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട ബാറ്റർമാർ എല്ലാവരും തന്നെ സിക്സറുകൾ നേടാനോ അല്ലെങ്കിൽ വലിയ അടികൾക്ക് ശ്രമിച്ചാണ് പുറത്തായത്. യശസ്വി ജയ്സ്വാൾ ഒരു സിക്സർ നേടാനുള്ള ശ്രമത്തിലാണ് പുറത്തായത്. റിയാൻ പരാഗ് അതുപോലെ തന്നെയാണ് പുറത്തായത്. പുതിയ താരമായിട്ട് ടീമിലേക്ക് വന്ന വാനിന്ദു ഹസരംഗ, അദ്ദേഹത്തിന് ബാറ്റിംഗ് ഓർഡറിൽ ഒരു പ്രൊമോഷൻ കൊടുക്കുകയായിരുന്നു, അദ്ദേഹവും അതുപോലെ തന്നെയാണ് ഔട്ടായത്. പിന്നീട് വന്ന ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വന്ന താരങ്ങളൊന്നും ഞാൻ അത്രത്തോളം പറയുന്നില്ല, കാരണം അപ്പോഴൊക്കെ അടിച്ചു കളിക്കേണ്ട ഒരു സമയമായിരുന്നു. ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ മത്സരം എപ്പോഴും കൈവിട്ടു പോകുന്നത് എപ്പോഴാണ് എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ അനാലിസിസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതായത് ആദ്യത്തെ 6 ഓവർ കഴിഞ്ഞപ്പോൾ 54 റൺസിന് 1 വിക്കറ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം 15ാമത്തെ ഓവർ എത്തിയപ്പോഴേക്കും 110 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലേക്ക് രാജസ്ഥാൻ കൂപ്പുകുത്തി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഡിലിൽ വന്ന 9 ഓവറുകളിൽ 56 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ അവരുടെ പ്രധാനപ്പെട്ട 6 വിക്കറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആ ഒരു ഇടവേളയിൽ അവർക്ക് 5 വിക്കറ്റാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്രത്തോളം ആ പിച്ച് ഇങ്ങനെ ആയിരിക്കും, കുറച്ചൊരു സ്റ്റിക്കി ആയിരിക്കും. അവരുടെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ നല്ല മികച്ച ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം. വരുൺ ചക്രവർത്തിയും ഇന്ന് സുനിൽ നരൈൻ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് കൂടെ മൊയിൻ അലി അതിനൊരു കോട്ടവും വരുത്താത്ത രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് മൊയിൻ അലിക്ക് സാധിക്കുകയും ചെയ്തു. പിന്നെ വൈഭവ് അറോറയും ഹർഷിത് റാണയും രണ്ടുപേരും നമുക്കറിയാം അവരെല്ലാവരും മിക്സ് ചെയ്ത് എറിയാൻ പറ്റുന്ന ബൗളർമാരാണ്. ഒരാൾ 33 റൺസിന് 2 വിക്കറ്റും ഒരാൾ 36 റൺസിന് 2 വിക്കറ്റും നേടി. അതുപോലെ തന്നെ സുനിൽ നരൈൻ്റെ ഒരു അഭാവം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മൊയിൻ അലി ടീമിലേക്ക് വന്നപ്പോൾ അദ്ദേഹം 23 റൺസിന് 2 വിക്കറ്റ് കരസ്ഥമാക്കി. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി ഇങ്ങനെയുള്ള സ്റ്റിക്കി വിക്കറ്റിൽ എക്സലന്റ് ആണെന്ന് നമുക്കറിയാം. 4 ഓവറിൽ 17 റൺസിനാണ് അദ്ദേഹം 2 വിക്കറ്റ് കരസ്ഥമാക്കിയത്. അപ്പോൾ ആ ഒരു 6 ഓവർ കഴിഞ്ഞ് 15 ഓവർ വരെയുള്ള സമയത്ത് തന്നെ മത്സരം കൈവിട്ടു പോയിരുന്നു. ആ ഒരു സമയത്തേക്ക് 15 ഓവറായപ്പോൾ 110-ന് 6 എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നല്ലൊരു ഫിനിഷിംഗിലേക്ക് പോകാനായിട്ട് സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് രാജസ്ഥാൻ ഈ 151 എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിൽ
ഓൾ ഔട്ടായി പോയത് എന്നുള്ളതാണ്. ഒരു 30 റൺസ് ഡെഫിനറ്റ് ആയിട്ടും ഷോർട്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മൾ തിരിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ അവർ 17.3 ഓവറിലാണ്, അതായത് 2.5 ഓവർ ബാക്കിയുള്ളപ്പോഴാണ് ഈ മത്സരം ജയിക്കുന്നത്. ഒരു 30 റൺസും കൂടെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ മത്സരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പിടിമുറക്കാനായിട്ട് രാജസ്ഥാന് സാധിക്കുമായിരുന്നു. ഇത്രയും നല്ലൊരു ബാറ്റിംഗ് പ്രകടനം ക്വിന്റൻ ഡി കോക്കിന്റെ ഭാഗത്ത് നിന്ന്, അതായത് 61 ബോളിലാണ് അദ്ദേഹം 97 റൺസ് നേടിയത്. എന്നിട്ടും അവർക്ക് 17.3 ഓവറിലാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു ബാറ്റിങ്ങിലുള്ള ഒരു നിരുത്തരവാദപരമായ ബാറ്റിംഗ് എന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം അങ്ങനെയാണ് അവരുടെ ബാറ്റർമാർ എല്ലാവരും തന്നെ ബാറ്റ് ചെയ്തത്. എല്ലാവരും അടിച്ച് കളിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ രാജസ്ഥാന്റെ ഒരു ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഒരുപാട് പഴുതുകൾ, ഒരുപാട് യങ്സ്റ്റേഴ്സ് ആണ് അവരുടെ ടീമിലുള്ളത്. ആദ്യത്തെ സഞ്ജു സാംസന്റെ ആ ഒരു സമയം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്. അതിനുശേഷം യശസ്വി ജയ്സ്വാൾ, റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, ശുഭം ദുബെ, ഇങ്ങനെയുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ആ ഒരു ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡർ സ്ലോട്ടുകളിലുണ്ട്. അവരെല്ലാവരും ഉത്തരവാദിത്വത്തോടു കൂടി ബാറ്റ് ചെയ്താൽ മാത്രമേ അടുത്ത മത്സരങ്ങളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് രാജസ്ഥാൻ റോയൽസിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ വാനിന്ദു ഹസരംഗയെ ടീമിലേക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിരുന്നു. അവരെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷെ ഒട്ടും തന്നെ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് വാനിന്ദു ഹസരംഗയ്ക്ക് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബോളിംഗ് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു കണ്ടീഷൻസിൽ കളിക്കുന്ന സമയത്ത് ഈ വരുൺ ചക്രവർത്തിക്കൊക്കെ ഇത്രയും നന്നായിട്ട് ബോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പിച്ചാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് വാനിന്ദു ഹസരംഗയ്ക്കും സാധിക്കേണ്ടതാണ്. നല്ലപോലെ ബോൾ തിരിക്കുകയും നല്ല ഗൂഗിളിയൊക്കെ എറിയാൻ സാധിക്കുന്ന ഒരു ബോളറാണ് അദ്ദേഹം. മഹീഷ് തീക്ഷണയും അതുപോലെ തന്നെ, രണ്ടുപേരും ഈ ശ്രീലങ്കൻ സ്പിന്നർമാരാണ്. അവർക്ക് ഈ സബ് കോണ്ടിനെന്റ് കണ്ടീഷൻ നന്നായിട്ട് മനസ്സിലാവേണ്ടതാണ്. ഇതുപോലെയുള്ള സ്റ്റിക്കി വിക്കറ്റുകളിൽ നന്നായിട്ട് ബോൾ ചെയ്ത് പരിചയമുള്ള താരങ്ങളാണ്. പക്ഷെ ഒട്ടും തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അവർക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. ഏറ്റവും നിരാശപ്പെടുത്തിയ പ്രകടനം എന്ന് പറയുന്നത് ജോഫ്ര ആർച്ചറിൻ്റെതാണ്. 2.3 ഓവർ മാത്രം ബോൾ ചെയ്ത അദ്ദേഹം 33 റൺസാണ് വിട്ടുകൊടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം 4 ഓവറിൽ 76 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. ഈ മത്സരത്തിലും ഒരു മോശം ബൗളിംഗ് പ്രകടനം തന്നെയായിരുന്നു. ആദ്യ ഓവറിൽ ബോൾ തലങ്ങും വിലങ്ങും സ്വിംഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബോൾ മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലൊരു ബോളിംഗ് പ്രകടനം ജോഫ്ര ആർച്ചറിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഒട്ടും തന്നെ നല്ല ഒരു പ്രകടനമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സൈഡിലേക്ക് വരുമ്പോൾ അവരുടെ ബൗളിംഗ് പ്രകടനം മികച്ചതായിരുന്നു, ബാറ്റിംഗ് പ്രകടനം മികച്ചതായിരുന്നു. എല്ലാവരും തന്നെ മികച്ചതായിട്ടുള്ള രീതിയിൽ ഒരു നല്ല ഡേ ടോസ് ജയിച്ച് അവർ ആദ്യം തന്നെ ഫീൽഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഡ്യൂ ഉണ്ടാവും എന്നുള്ളതിലാണ് അജിങ്ക്യ രഹാനെ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഏതായാലും നല്ല ഒരു ഡിസിഷൻ ആയിരുന്നു. അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഞാൻ അത് പറഞ്ഞു, എല്ലാവരും തന്നെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഈ 151 റൺസ് എന്നൊക്കെ പറയുന്ന ഒരു സ്കോർ പിന്തുടരുമ്പോൾ തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടാൽ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ. അത്രയും ഫാസ്റ്റ് ആയിട്ട് വിക്കറ്റുകൾ, അതായത് ഒരു 30 റൺസിന് 3 വിക്കറ്റ് പോയി, 40 റൺസിന് 4 വിക്കറ്റ് പോയി എന്നൊക്കെ പറയുമ്പോഴാണ് ട്രിബിളിലേക്ക് പോകുന്നത്. അങ്ങനെ ഇല്ലാതെ ചെറിയ പാർട്ട്ണർഷിപ്പുകൾ ബിൽഡ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. മൊയിൻ അലി അധികം റൺസ് ഒന്നും നേടിയില്ലെങ്കിലും ആദ്യം തന്നെ ഒരു കുറച്ച് പാർട്ട്ണർഷിപ്പ് ക്വിന്റൻ ഡി കോക്കിന്റെ ഒപ്പം വന്നു. അതിനുശേഷം അജിങ്ക്യ രഹാനെ വന്നപ്പോഴും അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് വന്നു, ഒരു 40 റണ്ണിന്റെ പാർട്ട്ണർഷിപ്പ് വന്നു. പിന്നെ അംക്രിഷ് രഘുവംശി എന്ന് പറയുന്ന യങ്സ്റ്റർ നല്ല ഒരു ക്ലാസിക് ആയിട്ടുള്ള ബാറ്റർ ആണ് എന്നാണ് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് തോന്നുന്നത് കാണുമ്പോൾ. കാരണം നല്ല ഒരു കോപ്പി ബുക്ക് സ്റ്റൈലാണ് അദ്ദേഹത്തിന്റെ ഷോട്ടുകൾ. വലിച്ചു വാരിയിട്ട് അടിക്കുന്ന അടികളൊന്നുമില്ല. നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. 80 റണ്ണിന്റെ ഒരു പാർട്ട്ണർഷിപ്പാണ് അവർ രണ്ടുപേരും തമ്മിൽ വന്നത്. അതിൽ രഘുവംശി ആകെ 20-25 റൺസ് മാത്രമാണ് നേടിയത്. പക്ഷേ ക്വിന്റൻ ഡി കോക്കിന്റെ ഒരു പ്രകടനം, ഇങ്ങനെ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചുകളിൽ പോലും അദ്ദേഹത്തിന് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്നു. അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിൽ എവിടെയെങ്കിലുമൊക്കെ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെ കുറച്ച് നാളത്തേക്ക് കാണാറില്ല. അതുകൊണ്ട് തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ഒരു ഫോം എന്ന് പറയുന്നത് അവർക്ക് വലിയ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ടോപ്പ് ഓർഡറിൽ ഇങ്ങനെ ഒരു പ്ലെയർ ഫോമിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് അവരുടെ ഒരു മിഡിൽ ഓർഡറിൽ വരുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പലപ്പോഴും നല്ല സ്പിന്നിനെതിരെ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. അത് ഒരു അളവ് വരെ പരിഹരിക്കാനായിട്ട് ക്വിന്റൻ ഡി കോക്കിന്റെ ഫോം സഹായിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു പിച്ചിൽ, ഇത്രയും സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ പോലും 6 സിക്സറുകൾ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന്റെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ്. ഒരു ടോപ്പ് ക്ലാസ് ബാറ്റർ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഏർലി ആയിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫ്രാഞ്ചൈസ് ക്രിക്കറ്റ് മാത്രം കളിക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അവരെല്ലാവരും ചെയ്തതെല്ലാം തന്നെ മികച്ച രീതിയിലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു. ഒരു വൺ സൈഡഡ് മാച്ച് എന്ന് മാത്രമേ നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ അസ്തമിച്ചിട്ടുള്ളത്. ഏതായാലും ഗുവാഹട്ടിയിലെ ഒരു മത്സരം എന്ന് പറയുമ്പോൾ അതിൽ ഡെഫിനറ്റ് ആയിട്ടും അധികം മത്സരങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ
തന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മത്സരങ്ങളൊന്നും അവരവിടെ കളിച്ചിട്ടില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു വെന്യൂവിൽ മത്സരങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നത്. ഏതായാലും ഇങ്ങനെ തന്നെയുള്ള ഒരു പിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ബാറ്റിംഗ് പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും അടുത്ത മത്സരത്തിലെങ്കിലും ഒരു നല്ല പ്രകടനം രാജസ്ഥാൻ റോയൽസിന് കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ. ഒപ്പം തന്നെ നല്ല ഒരു ബാറ്റിങ്ങും ബൗളിങ്ങും കാഴ്ചവെച്ച് ഈ മത്സരത്തിൽ വിജയിക്കുകയും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർ അവരുടെ പോയിന്റ് ടേബിളിലെ അക്കൗണ്ട് തുറക്കുകയും ചെയ്തിരിക്കുന്നു. വെൽഡൺ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.